പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. തും കൈസേ ഹോ? ടീക്ക് ഹേ നാ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കത്താണ്. ആ രീതിയാണ് കത്ത്. ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരാ പ്രിയദർശിനിക്ക് എഴുതിയ ഒരു കത്താണ് നമ്മളിന്ന് പഠിക്കുന്നത്. जवाहरलाल नेहरू कौन था? हमारा पहला प्रधानमंत्री था. നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കത്ത് എഴുതാറുണ്ടോ? ഇല്ലല്ലേ? ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിലൂടെയാണ് പല കാര്യങ്ങളും അല്ലേ. നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളായിട്ടും സംസാരിക്കാനും നമ്മൾ മൊബൈൽ ഫോൺ മതി. എന്നാൽ കുറച്ച് മുമ്പ്, അതായത് പഴയ ആളുകൾ കാര്യങ്ങളൊക്കെ കത്തിലൂടെയായിരുന്നു വിശദീകരിച്ചിരുന്നത്. അപ്പം ദുബായിലൊക്കെയുള്ള ആളുകൾ ഇപ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് വീഡിയോ കോൾ സംസാരിക്കാം അല്ലേ. എന്നാൽ അക്കാലത്തൊന്നും അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്ക് കത്ത് എഴുതുന്നത് എവിടെ വെച്ചിട്ടാണെന്നറിയോ? ജയിലിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിന് എന്തിനാണ് ജയിലിലടച്ചത്? അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാ പ്രിയദർശിനി മസൂറിയിലായിരുന്നു. 10 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീട്ടിലാണെങ്കിൽ മകൾ പല ചോദ്യങ്ങളും ചോദിക്കും. അതിനൊക്കെ ഉത്തരം ജവഹർലാൽ നെഹ്റു കൊടുക്കും. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരങ്ങൾ കൊടുക്കുമ്പോൾ അവരെ അറിവുകൾ വർദ്ധിക്കും. എന്നാൽ ഈ ജവഹർലാൽ നെഹ്റു ജയിലിലും മകൾ മസൂറിയിലാകുമ്പോൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ മകൾക്ക് കത്തുകളിലൂടെ കുറേ കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ കത്തുകൾ ജവഹർലാൽ നെഹ്റു ഇംഗ്ലീഷിലാണ് എഴുതിയത്. അത് വിവിധ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന രീതിയിലൊരു പുസ്തകമുണ്ട്. അതിൽ കുറേ കത്തുകളുണ്ട്. നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് കഴിയുമെങ്കിൽ ആ പുസ്തകമൊക്കെ വായിക്കണം. അതുപോലെ ഹിന്ദിയിലേക്ക് അദ്ദേഹം എഴുതിയ ഒരു കത്തിൻ്റെ ഒരു കത്ത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഈ കത്ത് തർജ്ജമ ചെയ്തത് പ്രേംചന്ദ് എന്ന ഇന്ത്യയിലെ പ്രമുഖനായ ഒരു സാഹിത്യകാരനാണ്. അപ്പോൾ നമുക്ക് കത്ത് വിശദമായിട്ട് നമുക്കൊന്ന് വായിക്കാം. ആ കത്ത് എന്തൊക്കെയാണ്? അത് ഈ കത്തിലൂടെ പ്രകൃതിയാണ് ഒരു പുസ്തകം. ആ കത്തിൻ്റെ ഹെഡിങ് കണ്ടില്ലേ? ഹെഡിങ് തന്നെ സംസാർ പുസ്തക എന്നാണ് പേര്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ 69-ാമത്തെ പേജ് എടുക്കാം. എടുത്തല്ലോ? നേരത്തെ പറഞ്ഞു ആ പാഠത്തിൻ്റെ പേര് സംസാർ പുസ്തക. സംസാർ എന്ന് പറഞ്ഞാൽ എന്താ? ലോകം. പുസ്തകം എന്ന് പറഞ്ഞാൽ പുസ്തകം. ലോകം ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ ഹെഡിങ് തന്നെ നമുക്ക് ഏകദേശം അതിൽ എന്തായിരിക്കും ആ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാവും അല്ലേ. ലോകം തന്നെ ഒരു പുസ്തകമായിട്ടാണ് ജവഹർലാൽ നെഹ്റു കരുതുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ലോകം ഒരു പുസ്തകമായി മാറുന്നത് എന്നൊക്കെ അദ്ദേഹം ഈ കത്തിലൂടെ വിവരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ എഴുതി നോക്കൂ, ഒരു ചെറിയ കള്ളിയിൽ ബാത്ത് ബഡി ഹേ പുരാനി തീ പ്രകൃതി കി ബി കഹാനി ആജ് ആഗോബി ഹേ സുനാനി. അതായത് ബാത്ത് ബഡി ഹേ പുരാനി, ഇതൊരു യേ ബഡി പുരാനി ബാത്ത് ഹേ, ഒരു വളരെയധികം പഴക്കമുള്ള ഒരു കാര്യമാണ്. പ്രകൃതി കി ബി കഹാനി, നമ്മുടെ പ്രകൃതിക്കുമുണ്ട് ഒരു കഥ. ആജ് ആക്കോബി യേ സുനാനി, ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഈ കഥയാണ് അല്ലേ. അപ്പോൾ സംസാർ പുസ്തക ജവഹർലാൽ നെഹ്റു അനുവാദക് പ്രേംചന്ദ്. അനുവാദക് നേരത്തെ പറഞ്ഞു. ഇത് അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയ ഈ പുസ്തകം, ഈ കത്ത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തത് പ്രേംചന്ദ് എന്ന സാഹിത്യകാരനാണ്. അപ്പോൾ ശ്രദ്ധിക്കൂ, നമുക്കൊന്ന് വായിക്കാം. जब तुम मेरे साथ रहती हो तो अक्सर मुझसे बहुत सी बातें पूछे करनी हो और मैं उनका जवाब देने की कोशिश करता हूँ. എന്താ പറയുന്നത് അദ്ദേഹം? जब तुम मेरे साथ रहती हो तो, നീ എൻ്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ, അക്സർ മുझसे बहुत सी बातें पूछा करती हो,
നീ എല്ലായ്പ്പോഴും എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കൂ. മേ ഉൻകാ ജവാബ് ദേനേക്ക് കോശിഷ് കർത്താഹും, ഞാൻ അതിൻ്റെ ഉത്തരം നൽകാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും എൻ്റെ കൂടെ ആണെങ്കിൽ. लेकिन अब जब तुम मसूरी में हो और मैं इलाहाबाद में, हम दोनों उस तरह बातचीत नहीं कर सकते. लेकिन अब എന്നാൽ ഇപ്പോൾ, जब तुम मसूरी में हो और मैं इलाहाबाद में, നീ മസൂരിയിലാണ്, ഞാൻ ഇലഹാബാദിലാണ്. നേരത്തെ പറഞ്ഞു അദ്ദേഹം ഇലഹാബാദിൽ എവിടെയാ? ഇലഹാബാദിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. हम दोनों उस तरह बातचीत नहीं कर सकते, നമുക്ക് രണ്ടുപേർക്കും ആ രീതിയിൽ സംസാരിക്കാൻ കഴിയില്ല. നീ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ അതിന് ഉത്തരം തരാൻ എനിക്ക് കഴിയില്ല. इसलिए मैंने इरादा किया है कि कभी कभी तुम्हें इस दुनिया की और उन छोटे देशों की जो इस दुनिया में हो छोटी छोटी कथाएं लिखा करूं. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞത്? ഇസിലിയെ മേനെ ഇരാദാക്കിയാ ഹേ, അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? കബി കബി തുമേ ഇസ് ദുനിയാക്കി ഓർ, ചിലപ്പോൾ നീ ഈ ലോകത്തിനെ കുറിച്ചും, और उन छोटे बड़े देशों की जो इस दुनिया में है, ചെറുതും വലുതുമായ രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്, ആ രാജ്യങ്ങളെക്കുറിച്ചും, ചോട്ടി ചോട്ടി കഥായം ലിഖാക്കരും, ചെറിയ ചെറിയ കഥകളൊക്കെ നിനക്ക് കത്തിലൂടെ എഴുതാമെന്ന് ഞാൻ വിചാരിച്ചു. तुमने हिंदुस्तान और इंग्लैंड का कुछ काल इतिहास में पढ़ा है. तुमने हिंदुस्तान और इंग्लैंड का कुछ काल, നീ ഹിന്ദുസ്ഥാൻ തന്നെ ഇന്ത്യയെക്കുറിച്ചും ഭാരതത്തെക്കുറിച്ചും ഇംഗ്ലണ്ടിനെ കുറിച്ചും കുച്ച് കാൽ കുറച്ച് അവസ്ഥകൾ, ഹാൽ എന്ന സ്ഥിതി, ഇതിഹാസ് മേ പഠാ ഹേ, ഇതിഹാസ് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. लेकिन इंग्लैंड केवल एक छोटा सा टापू है और हिंदुस्तान जो एक बहुत बड़ा देश है फिर भी दुनिया का छोटा सा हिस्सा है. लेकिन इंग्लैंड केवल एक छोटा सा टापू है. ഇംഗ്ലണ്ട് ഒരു ചെറിയ, എന്താ ടാപ്പു എന്ന് പറഞ്ഞാൽ ദ്വീപ്, ഇംഗ്ലണ്ട് ഒരു ചെറിയ ദ്വീപാണ്. അവർ ഹിന്ദുസ്ഥാൻ ജോ ഏക് ബഹൂത്ത് ബഡാ ദേശ് ഹെ, ഹിന്ദുസ്ഥാൻ ഭാരതമോ ഒരു വലിയ രാജ്യമാണ്. ഫിർ ബി ദുനിയാ കാ ഏക് ചോട്ടാ സാ ഹിസ്സാ ഹേ, എന്നാൽ ലോകത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. ഹിസ്സ എന്ന് പറഞ്ഞാൽ ഭാഗം അല്ലേ? ലോകത്ത് കുറേ രാജ്യങ്ങളുണ്ട്. അങ്ങനെ ലോകം മൊത്തം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ. अगर तुम्हें इस दुनिया का कुछ हाल जानने का शौक है तो तुम्हें सब देशों का और उन सब जातियों का जो इसमें बसी हुई है ध्यान रखना पड़ेगा. केवल उस एक छोटा से देश का नहीं जिसमें तुम पैदा हुई हो. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. अगर तुम्हें इस दुनिया का कुछ हाल जानने का शौक है, നിനക്ക് ഈ ലോകത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ടെങ്കിൽ, തോ തുമേ സബ് ദേശോം കാ, നീ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും, അവർ ഉൻ സബ് ജാതിയോം കാ ജോ ബി ഇസ്മേ ബസി ഹുയി ഹേ, അവരുടെ ജാതി, അവരുടെ ജീവിത രീതികൾ, ഇതിനെക്കുറിച്ചൊക്കെ നീ മനസ്സിലാക്കേണ്ടതുണ്ട്. ധ്യാൻ രഖ്നാ പടേഗാ. കേവൽ ഉസ് एक छोटा सा देश का नहीं जिसमें तुम पैदा हुई हो. നീ ജനിച്ചു വളർന്ന രാജ്യത്തെക്കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ പോരാ അല്ലേ? നമ്മൾ ജനിച്ച ചുറ്റുപാടുകൾ മാത്രമല്ല, മറ്റുള്ളവരെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാലുള്ളൂ നിൻ്റെ അറിവ് വർദ്ധിക്കുള്ളൂ. അതാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് അല്ലേ, നിങ്ങൾക്കത് ക്ലിയർ ആയി ഉണ്ടാവും. നമുക്ക് ഒന്നും കൂടെ അത് വായിച്ചു നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക. जब तुम मेरे साथ रहती हो तो अक्सर मुझसे बहुत सी बातें पूछा करती हो और मैं उनका जवाब देने की कोशिश करता हूँ. लेकिन अब जब तुम मसूरी में हो और मैं इलाहाबाद में, हम दोनों उस तरह बातचीत नहीं कर सकते.
इसलिए मैंने इरादा किया है कि कभी कभी तुम्हें इस दुनिया की और उन छोटे बड़े देशों की जो इस दुनिया में है छोटी छोटी कथाएं लिखा करूं। तुमने हिंदुस्तान और इंग्लैंड का कुछ हाल इतिहास में पढ़ा है, लेकिन इंग्लैंड केवल एक छोटा सा टापू है और हिंदुस्तान जो एक बहुत बड़ा देश है फिर भी दुनिया का एक छोटा सा हिस्सा है। अगर तुम्हें इस दुनिया का कुछ हाल जानने का शौक है तो तुम्हें सब देशों का और उन सब जातियों का जो इसमें बसी हुई है ध्यान रखना पड़ेगा, केवल उस एक छोटा से देश का नहीं जिसमें तुम पैदा हुई हो। ക്ലിയർ ആണല്ലോ? ഇനി ഈ ഭാഗത്ത് വരുന്ന അർത്ഥങ്ങൾ അല്ലേ, ആദ്യം നമ്മുടെ അക്സർ എല്ലായ്പ്പോഴും, പിന്നെ ജവാബ് ഉത്തരം, കോശിഷ് കർണ പരിശ്രമിക്കുക, പിന്നെയോ ഇരാദ തീരുമാനിക്കുക, ഇരാദ കർണ തീരുമാനിക്കുക, ഇതിഹാസ് ചരിത്രം, ടാപ്പു ദ്വീപ്, ഷൗക്ക് ആഗ്രഹം, ബസി വസിക്കുന്ന, ധ്യാൻ ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സാറിൻ്റെ കയ്യിൽ ഇതിൻ്റെ മലയാള പരിഭാഷയുണ്ട്, അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൻ്റെ. അപ്പോൾ അതിൽ ആദ്യത്തെ പാരഗ്രാഫിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു മലയാള തർജ്ജമ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം, അതുകൂടെ ശ്രദ്ധിക്കൂ. പ്രകൃതി ഗ്രന്ഥം. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നീ പലപ്പോഴും എന്നോട് പല സംഗതികളെ പറ്റിയും ചോദിക്കാറുണ്ടല്ലോ. ഞാൻ അവയ്ക്ക് സമാധാനം പറയുവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ നീ മസൂറിയിലും ഞാൻ അലഹബാദിലുമായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള സംഭാഷണത്തിന് സൗകര്യമില്ല. അതുകൊണ്ട് ഈ ഭൂമിയുടെയും അതിൻ്റെ വിഭാഗങ്ങളായ ചെറുതും വലുതുമായ അനേകം രാജ്യങ്ങളുടെയും ചരിത്രം ചെറിയ ഉപന്യാസങ്ങളായി നിനക്ക് എഴുതി അയക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇംഗ്ലണ്ടിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രം കുറച്ചെല്ലാം നീ വായിച്ചിട്ടുണ്ടല്ലോ. ഇംഗ്ലണ്ട് ഒരു ചെറിയ ദ്വീപ് മാത്രമാണ്, ഇന്ത്യ ഒരു വലിയ രാജ്യമാകുന്നു. എന്നാൽ അത് ഭൂമിയുടെ ഉപരിഭാഗത്ത് ഒരു ചെറിയ ഭാഗം മാത്രമാകുന്നു. നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ചരിത്രം കുറേയെങ്കിലും അറിയണമെങ്കിൽ അതിലുള്ള എല്ലാ രാജ്യങ്ങളെപ്പറ്റിയും ചിന്തിക്കേണ്ടി വരും. അല്ലാതെ നാം ജനിച്ചു വളർന്ന ഒരു ചെറിയ രാജ്യത്തെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതിയാവില്ല. ക്ലിയർ ആയല്ലോ? ശരി, ഇനി നിങ്ങളെ രണ്ടാമത്തെ പാരഗ്രാഫ് ശ്രദ്ധിക്കൂ. मुझे मालूम है कि इन छोटे गत्तों में मैं बहुत थोड़ी सी बातें ही बदला सकता हूँ. എന്താ പറയുന്നത്? മുझे मालूम है कि എനിക്കറിയാം, ഇൻ ചോട്ടെ ഗത്തോ മേം ഈ ചെറിയ കത്തില് മേം ബഹുത് തോടി സി ബാത്തെ ഹി ബദലാ സക്താ ഹും എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിന്നോട് പറയാൻ കഴിയുള്ളൂ. लेकिन मुझे आशा है कि इन थोड़ी सी बातों को भी तुम शौक से पढ़ोगी और समझोगी कि लेकिन मुझे आशा है कि എന്നാൽ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ആശിക്കുന്നു, ഇൻ തോടി സി ബാത്തോं को भी ഈ ചെറിയ കാര്യങ്ങൾക്കും തും ഷൗക്ക് സേ പഠോഗി ഈ ചെറിയ കാര്യങ്ങൾ നീ താല്പര്യത്തോടു കൂടി പഠിക്കുകയാണെങ്കിൽ അവർ സമച്ചോഗി മനസ്സിലാകുകയാണെങ്കിൽ ദുനിയ ഏക് ഹേ അവർ ദൂസരെ ലോക് ജോ ഇസ്മേം ആബാദ് ഹേ ലോകം ഒന്നാണെന്നും ഈ ലോകത്ത് താമസിക്കുന്ന വസിക്കുന്ന ആളുകൾ ഹമാരെ ബായി ബഹൻ ഹേ നമ്മുടെ സഹോദരന്മാരാണ് എന്ന് നിനക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഈ കത്തിലൂടെ ജവഹർലാൽ നെഹ്റു അല്ലേ നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്കും ഈ കത്ത് ഇന്നലെ എഴുതിയാണെങ്കിൽ കൂടി നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് അല്ലേ. നമ്മൾ ഒരു പ്രതിജ്ഞ ചൊല്ലാറുണ്ട് അല്ലേ, ഭാരത് ഹമാര ദേശ് ഹേ അല്ലേ,
ഹം സബ് ഭായി ബഹൻ ഹെ എന്നൊരു പ്രതിജ്ഞ. എന്നാൽ നമ്മൾ ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നാണ് പ്രതിജ്ഞ. ജവഹർലാൽ നെഹ്റു പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ഒരു കുടുംബം പോലെ ലോകത്ത് വസിക്കുന്ന എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്ന കാഴ്ചപ്പാടിലേക്ക് എത്തണം എന്നാണ് പറയുന്നത്. ജബ് തും ബഡി ഹോ ജാവോഗി തോ, നീ വളർന്ന് വലുതാണെങ്കിൽ, ജബ് തും ബഡി ഹോ ജാവോഗി തോ തും ദുനിയാ और उसके आदमियों का हाल മോട്ടി മോട്ടി കിതാബൊമ്മയും പടോകി, നീ വലുതാകുകയാണെങ്കിൽ ഈ ലോകത്തിനെ കുറിച്ചും അതിൽ വസിക്കുന്ന ആളുകളെക്കുറിച്ചും വലിയ വലിയ പുസ്തകങ്ങളിൽ പഠിക്കും. ഉസ്മേൻ തുമേൻ ജിത്തന ആനന്ദ് മിലേഗ, അതിൽ എനിക്ക് എത്രയും ആനന്ദം കിട്ടും. ഉത്തന കിസി കഹാനിയ ഉപന്യാസ്മേം ബി ഇന്ന മിലാ ഹോഗ, എന്താ പറയുന്നത്? ഉസ്മേൻ തുമേൻ ജിത്തന ആനന്ദ് മിലേഗ, അതിൽ നിങ്ങൾക്ക് കുറേ ആനന്ദം കിട്ടും, എന്നാൽ അത്രയും വരൂല നീ കഥയിൽ നിന്നും നോവലിൽ നിന്നും കിട്ടുന്ന ആനന്ദം ഈ ലോകത്തിനെ കുറിച്ച് പഠിക്കുന്ന അത്രയും ആനന്ദം കിട്ടൂല എന്നാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാരഗ്രാഫ് നമുക്ക് ഒന്നും കൂടെ വായിക്കാം, ശ്രദ്ധിക്കൂ. मुझे मालूम है कि इन छोटे छोटे गत्तों में मैं बहुत थोड़ी सी बातें ही बदला सकता हूँ. അല്ലേ, എനിക്കറിയാം ഈ ചെറിയ കത്തിൽ കൂടുതൽ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവൂല. लेकिन मुझे आशा है कि इन थोड़ी सी बातों को भी तुम शौक से पढ़ोगी और समझोगी कि दुनिया एक है और दूसरे लोग जो इसमें आबाद है हमारे भाई बहन है. जब तुम बड़ी हो जाओगी तो तुम दुनिया और उसके आदमियों का हाल मोटी मोटी किताबों में पढ़ोगी. उसमें तुम्हें जितना आनंद मिलेगा उतना किसी कहानी या उपन्यास में भी न मिलेगा. അപ്പോൾ ഇതിൽ വരുന്ന ചില വാക്കുകളെ അർത്ഥം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഗത്ത് എന്ന് പറഞ്ഞാൽ കത്ത്, പിന്നെ ഷൗക്ക് എന്ന് പറഞ്ഞാൽ താല്പര്യം, പിന്നെ അതുപോലെ ആബാദ് വസിക്കുന്ന, പിന്നെ കിതാബ് നിങ്ങൾക്കറിയാം, കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? പുസ്തകം. പിന്നെ ഉപന്യാസ് നോവൽ. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ മലയാള തർജ്ജമ മൊത്തമായിട്ട് ഞാനൊന്ന് വായിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കൂ. എൻ്റെ ഈ കത്തുകളിലൂടെ വളരെയധികം സംഗതികൾ നിന്നെ ധരിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. എന്നാൽ ഈ ചുരുങ്ങിയ വിവരങ്ങൾ നിനക്ക് രസകരമായിരിക്കുമെന്നും ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒന്നാണെന്നും അതിലെ നിവാസികൾ നമ്മുടെ സഹോദരങ്ങളാണെന്നും മനസ്സിലാക്കുവാൻ അത് മതിയാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. വലുതാകുമ്പോൾ നീ ഭൂമിയെപ്പറ്റിയും അതിൽ പാർക്കുന്നവരെ പറ്റിയും വലിയ പുസ്തകങ്ങൾ വായിക്കും. അത് നീ വായിച്ചിരിക്കുവാനിടയുള്ള മറ്റേത് കഥയേക്കാളും നോവലിനേക്കാളും അധികം രസകരമായിരിക്കും. ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ നമ്മൾ 2 പാരഗ്രാഫ് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിൽ പോവാം. ശ്രദ്ധിക്കൂ. ये तो तुम जानती ही हो कि ये धरती लाखों करोड़ों वर्ष पुरानी है और बहुत दिनों तक इसमें कोई आदमी न था. എന്താ പറയുന്നത്? ये तो तुम जानती ही हो कि, ഇത് നിനക്കറിയാം. ये धरती लाखों करोड़ों वर्ष पुरानी है, ഈ ഭൂമി ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. और बहुत दिनों तक इसमें कोई आदमी न था, കുറേ കാലങ്ങളോളം ഈ ഭൂമിയിൽ എന്തുണ്ടായിരുന്നില്ല? മനുഷ്യരുണ്ടായിരുന്നില്ല. ആദ്മിയോं के पहले सिर्फ जानवर थे, മനുഷ്യർക്ക് മുമ്പേ കേവലം മൃഗങ്ങൾ മാത്രമായിരുന്നു. और जानवरों से पहले एक ऐसा समय था जब इस धरती पर कोई जानदार चीज न थी. और जानवरों से पहले, മൃഗങ്ങൾക്ക് മുമ്പ് ഏക് ഐസ സമയത്ത്, അങ്ങനെയുള്ളൊരു സമയവും ഉണ്ടായിരുന്നു.
ജബ് ഇസ് ധർത്തി പർ കോയി ജാൻദാർ ചീസ് ന ഥി, ആ സമയത്ത് ഈ ഭൂമിയിൽ ജീവനുള്ള ഒരു വസ്തുക്കളും ഉണ്ടായിരുന്നില്ല. ജാൻദാർ ചീസ്, ജീവനുള്ള വസ്തുക്കൾ. ആജ് ജബ് യേ ദുനിയ ഹർ തരഹ കെ ജാൻവരോം और आदमियों से भरी हुई है. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്. ആജ് ജബ് യേ ദുനിയ, ഈ ഭൂമി ഓരോ തരത്തിലുള്ള മൃഗങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും നിറഞ്ഞിരിക്കുമ്പോൾ ഉസ് ജമാനെ കാ ഗ്യാൽ കർനാ ഭി മുഷ്കിൽ ഹെ, ആ കാലത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് തന്നെ ബുദ്ധിമുട്ടാണ്. ജബ് യഹാ കുച്ച് ഇന്നത്ത, അവിടെ മനുഷ്യരെ ഉണ്ടാവാത്ത ഒരു കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത വാക്യം ശ്രദ്ധിക്കുക. ലേക്കിൻ വിജ്ഞാൻ ജാനനെ വാലോ അവർ വിദ്വാനോന്നെ, എന്നാൽ വിജ്ഞാൻ ജാനനെ വാല, ശാസ്ത്രജ്ഞരും ശാസ്ത്ര ഗവേഷകന്മാരും അതുപോലെ വിദ്വാനോന്നെ, പണ്ഡിതരും, ജിന്നോനെ ഇസ് വിഷയക്കോ ഗൂബ് സോച്ച, ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം ചിന്തിച്ചു, അവർ പഠാഹെ, ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിഗാ ഹെ കി ഏക് സമയ ഐസാ താ ജബ് യേ ധർത്തി ബേഹദ് ഗർം തി, അവർ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു സമയം ഉണ്ടായിരുന്നു, ഈ ഭൂമി ചുട്ടുപഴുത്ത ഒരവസ്ഥയിലായിരുന്നു. അവർ ഇസ് പർ കോയി ജാൻദാർ ചീസ് നഹീൻ രേ സക്തി തി, ഈ ഭൂമിയിൽ ആ സമയത്ത് ഒരു ജീവനുള്ള വസ്തുക്കളും ഉണ്ടായിരുന്നില്ല. കാരണം ഭൂമി എങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു? ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു. നിങ്ങൾ അഗ്നിപർവ്വതങ്ങൾ, അതായത് ഈ സ്ഫോടനങ്ങൾ ഒക്കെ നിങ്ങൾ ഈ സാമൂഹ്യശാസ്ത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും, ഭൂമിശാസ്ത്രത്തിലൊക്കെ അല്ലേ? പുറത്തേക്ക് വരുന്ന ഒരു ഭൂമിയുടെ ചുട്ടുപഴുത്ത അവസ്ഥ, അതായത് ഒരു പ്രത്യേക സമയത്ത് അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടി പുറത്തേക്ക് ഒലിച്ചു വരുന്ന അവസ്ഥ അല്ലേ? और अगर हम उनकी किताबें पढ़ें और पहाड़ों और जानवरों की पुरानी हड्डियों को गौर से देखें तो हमें खुद मालूम होगा कि ऐसा समय जरूर रहा होगा. എന്താ പറയുന്നത്? അവർ അഗർ ഹം ഉൻകി കിതാബേം പഠേം, നമ്മൾ അവരെഴുതിയ പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ, അവർ പഹാഡോ അവർ ജാൻവരോങ്കി പുരാനി ഹഡ്ഡിയോങ്കോ, പർവ്വതങ്ങളെ കുറിച്ചും അതുപോലെ ജീവികളുടെ പഴയ എല്ലുകൾ, അഡ്ഡി എന്ന് പറഞ്ഞാൽ എല്ലുകളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നിരീക്ഷിക്കുകയാണെങ്കിൽ, ഗുദ് മാനുഹോക്കി ഐസ സമയ ജരൂർ രഹാവക, നമുക്ക് സ്വയം മനസ്സിലാവും അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതിൽ വരുന്ന ചില വാക്കുകൾ എന്താണ്? ജാൻദാർ ചീസ്, ജീവനുള്ള സാധനങ്ങൾ, പുരാനി പഴയ, ധർത്തി ഭൂമി, വിജ്ഞാൻ ശാസ്ത്രം. ഇനി ഞാനിതിൻ്റെ മൂന്നാമത്തെ പാരഗ്രാഫിൻ്റെ മലയാള തർജ്ജമ ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കൂ. നമ്മുടെ ഈ ഭൂമി വളരെ പഴക്കമുള്ള, അനേക ലക്ഷം വർഷം പഴക്കമുള്ള ഒന്നാണെന്ന് നിനക്കറിയാമല്ലോ. എത്രയോ കാലത്തേക്ക് അതിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നില്ല. മനുഷ്യർ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിൽ ചില ജന്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജന്തുക്കളുടെ കാലത്തിന് മുമ്പ് യാതൊരു ജീവിയും ഇല്ലാത്ത ഒരു കാലവും ഉണ്ടായിരുന്നു. ഇന്ന് നാനാതരത്തിലുള്ള ജന്തുക്കളും മനുഷ്യരും നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ ഒരു കാലത്ത് യാതൊരു ജീവിയും ഇല്ലാതെ കിടന്നിരുന്നുവെന്ന് സങ്കല്പിക്കുവാൻ പ്രയാസമാണ്. എന്നാൽ ഈ ഭൂമി ജന്തുക്കൾക്ക് വസിക്കാൻ പാടില്ലാത്ത വിധം അത്ര ചുട്ടുപഴുത്ത് കിടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് പ്രകൃതി ശാസ്ത്രജ്ഞന്മാരും ഈ മാതിരി വിഷയങ്ങളെക്കുറിച്ച് വളരെ ആലോചിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വിദ്വാൻമാരും പറയുന്നു. അവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയും പാറകളെയും ജന്തുക്കളെയും ജീർണാവശിഷ്ടങ്ങളെയും പരിശോധിക്കുകയും ചെയ്താൽ ഇത് വാസ്തവമാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും കാര്യങ്ങളാണ്. എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു ഭാഗത്ത് വിശദീകരിക്കും.
ഇന്നത്തെ ക്ലാസ് കേട്ട എല്ലാവർക്കും बहुत बहुत धन्यवाद। अगला कक्षा में मिलेगा। ओके बाय।